കോഴിക്കോട് നഗരത്തിന് തലവേദനയായ ഗതാഗത കുരുക്കഴിക്കാൻ ഇന്നു മുതൽ ട്രാഫിക് വാർഡന്മാർ നിരത്തിലിറങ്ങും. പ്രത്യേക പരിശീലനം പൂർത്തിയാക്കിയ 75 പേരാണ് തിരക്കേറിയ സമയങ്ങളിൽ നഗരത്തിലെ ഗതാഗതം നിയന്ത്രിക്കാനായി ഇറങ്ങുന്നത്. ഗതാഗത നിയമലംഘനം കണ്ടാൽ ഉടൻ തന്നെ ഇവർ പോലീസ് അധികൃതർക്ക് വിവരം കൈമാറും. രാവിലെയും വൈകുന്നേരവും ഗതാഗത കുരുക്കിനാൽ വെറുപ്പുമുട്ടുന്ന നഗരമായി കോഴിക്കോട് മാറിക്കഴിഞ്ഞു. അനധികൃത പാർക്കിങ്ങും അലക്ഷ്യമായ ഡ്രൈവിംഗും ഗതാഗത കുരുക്കിൽ അകപ്പെടുന്നവർക്ക് സൃഷ്ടിക്കുന്ന തലവേദന ചെറുതല്ല. ഇതിന് പരിഹാരം കാണാനാണ് സ്വയം സന്നദ്ധരായി വന്നവരിൽ നിന്നും പരിശീലനത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട 75 ട്രാഫിക് വാർഡന്മാരെ ഇന്നു മുതൽ നഗരത്തിൽ വിന്യസിക്കുന്നത്. റോട്ടറി കാലിക്കറ്റ് ഈസ്റ്റ് എന്റെ നഗരം അപകട നഗരം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് സ്പോൺസർ ചെയ്യുന്നത്. ട്രാഫിക് നിയന്ത്രണത്തിന് പുറമെ നിയമലംഘനം കണ്ടാൽ വിവരമറിയിക്കാനുള്ള ചുമതലയും ഇവർക്ക് നൽകിയിട്ടുണ്ട്. നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാലുടനെ വാർഡന്മാർ അത് സിറ്റി ട്രാഫിക് പോലീസ് യൂണിറ്റിനെ അറിയിക്കുമെന്ന് കോഴിക്കോട് പോലീസ് കമ്മീഷണർ AP ഷൗക്കത്ത് അലി പറഞ്ഞു. നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആയിരുന്നു ഈ ട്രാഫിക് വാർഡന്മാരെ കയ്യിൽ. അത് പെട്ടെന്ന് കാര്യങ്ങൾ അവർ പഠിച്ചെടുത്തു. അപ്പോൾ അവരിൽ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ട്രാഫിക് വാർഡൻ നല്ല രീതിയിൽ പ്രയോജനം ചെയ്യും ാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഗതാഗത കുരുക്കുണ്ടാക്കുന്ന മാളുകളുടെ ഫ്രണ്ടിൽ ഇത് പോലീസിനെ സഹായിക്കാനും, ഇത് കൂടാതെ ചില സ്കൂളുകളിൽ സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്നതിന് അവർക്ക് അത്യാവശ്യം ട്രെയിനിങ് കൊടുത്തു. ഓരോ പൗരനുമുള്ള അതേ അവകാശം തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. എൻഫോഴ്സ് ചെയ്യുമ്പോൾ അവർക്ക് അത് റിപ്പോർട്ട് ചെയ്യാം. അത് ഡിജിറ്റലായിട്ട് റിപ്പോർട്ട് ചെയ്യാം, അല്ലാതെയും ചെയ്യാം. അവർക്ക് ആ കാര്യം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ളത് അതെല്ലാം അവർക്ക് പരിശീലനത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ പൊതുജനങ്ങളും അവരോട് സഹകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ട്രാഫിക് വാർഡന്മാരുടെ പാസിംഗ് ഔട്ട് പരേഡ് കോഴിക്കോട് സൗത്ത് MLA ഫൈസൽ ബാബു ഉദ്ഘാടനം ചെയ്തു. വളരെ വലിയ ഗൗരവമായ തോതിലുള്ള ട്രാഫിക് കുരുക്ക് ശ്വാസം മുട്ടി ഈ നഗരത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത വിധം പ്രയാസം അനുഭവിക്കുമ്പോൾ ഇവിടുത്തെ ഔദ്യോഗിക സംവിധാനങ്ങൾ, ഇവിടുത്തെ പോലീസിൻ്റെ ഔദ്യോഗിക സംവിധാനം, ഇവിടുത്തെ സർക്കാരിൻ്റെ ഔദ്യോഗിക സംവിധാനം, അവരുടെ ഇടപെടലുകളൊക്കെ നടക്കുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലുള്ള സംഘടനകൾ, ഇതുപോലുള്ള ബദൽ സംവിധാനങ്ങളും ഇതിനകത്ത് ഇടപെടേണ്ടത് ആവശ്യമാണ്. ഈ ദൗത്യം ഏറ്റെടുത്ത എൻ്റെ മുമ്പിലിരിക്കുന്ന പരിശീലനം ലഭിച്ച നിങ്ങളെയൊക്കെ ഞാൻ അഭിവാദ്യം ചെയ്യാണ്. റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ചെയർമാൻ കൂടിയായ കോഴിക്കോട് മേയറുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് ട്രാഫിക് വാർഡന്മാരുടെ ഡ്യൂട്ടി തീരുമാനിക്കുന്നത്. അടുത്ത ഘട്ടമായി പരിശീലനം പൂർത്തിയാക്കുന്ന 25 പേരെ കൂടി കോഴിക്കോട് നഗരത്തിൽ വിന്യസിക്കും. ട്രാഫിക് പോലീസ് ഇൻസ്പെക്ടർമാർക്കാണ് വാർഡന്മാരുടെ മേൽനോട്ട ചുമതല. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.